ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കുറച്ച് അണ്ടി വാങ്ങിയിട്ടാ, കശുവണ്ടി. അപ്പോൾ നമ്മൾ അണ്ടിക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. കശുവണ്ടി അപ്പോൾ അത് പൊളിക്കാണ് അച്ഛൻ പൊളിച്ചത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. മഴക്കാലത്തേക്ക് ഉണ്ടാക്കാം. ഇതിപ്പോ മഴ പെയ്തിട്ട് കശുവണ്ടി നനഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഭയങ്കര ഉറപ്പാണ്. ചൂടാള ഇതാ തട്ടിപ്പൊട്ടിച്ചെടുക്കാം. പണിയുണ്ട്. പക്ഷെ അത് പൊതിച്ചത് വെറുതെ പച്ചക്ക് തിന്നാൻ പറ്റില്ല ചോദിച്ചാ വയ പൊള്ളില്ലേ? ഒരു വട്ടം പൊള്ളി ഇത് എൻ്റെ ഗുണം എനിക്ക് തരും. ഞാനൊരു വട്ടം ഇതുപോലെ എൻ്റെ ഉള്ളിൽ തിന്നാൻ പറ്റുന്ന പറഞ്ഞിട്ട് പച്ചക്ക് വേണ്ടി കടിച്ച് പൊട്ടിച്ചാളാന്ന് കേട്ടാ. ഒരു വായ അയ്യോ വേണ്ട, എന്നിട്ട് ഒരു വായ പൊള്ളിയിട്ട് ഒരു ദിവസം ഫുള്ള് വെളിച്ചെണ്ണ വായിൽ പിടിച്ചതാണെന്ന് എനിക്ക് നല്ല വാങ്ങി. അപ്പൊ നമുക്കിത് ഫുള്ള് നന്നാക്കിയിട്ട് കാണിക്കാട്ടാ. നമ്മുടെ കശുവണ്ടി പരിപ്പ് കുത്തിയെടുക്കായിരുന്നു കേട്ടോ. ഇതിപ്പോ ആളുണ്ട് പൊട്ടിച്ചെടുക്കാൻ നല്ല പാടുപെട്ടു ഗായ്സ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കഴിഞ്ഞു. ചേച്ചിയുടെ നിർത്തുണ്ട്. ചേച്ചി നാളേക്ക് നല്ല പൊള്ളിലൊക്കെ വരും. തൊലിയൊക്കെ ഇങ്ങനെ അടന്നു പോയി ചെറുതായിട്ട് ഇങ്ങനെ മുരമുരാതിനെയാവും. നാളെ പോവാണ്. കുഴപ്പമില്ല, തിന്നാ രസം ഉണ്ടാവില്ലോ. അപ്പൊ നമുക്ക് കുറച്ചേ കാണിക്കാം. അപ്പൊ നമ്മുടെ കശുവണ്ടി ഇതെല്ലാം കുത്തിയെടുത്ത് ചീഞ്ചട്ടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, തിളപ്പിക്കാനായിട്ട്. ഇത്തിരി വെളിച്ചെണ്ണി നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായി തിളച്ചിട്ട് അതിൻ്റെ തോടൊക്കെ മാറ്റി നമുക്ക് എടുക്കണം. നല്ല വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ കശുവണ്ടി അടിപൊളി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂട് മാറിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ കശുവണ്ടി നമുക്ക് ഇതിലേക്ക് മാറ്റാം കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൽ ഇരുന്നാൽ പെട്ടെന്ന് നമുക്ക് ചൂടാറി കിട്ടില്ല. അപ്പം നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. അതിൻ്റെ തൊലി കളയണം. അതിൻ്റെ പച്ചയൊക്കെ അതിലേക്ക് വെളിച്ചെണ്ണയുടെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും വിചാരിക്കും അല്ലേ? ഉള്ളിൽ എണ്ണ വലിയ ടേസ്റ്റുള്ള സാധനമാണ്. പക്ഷെ പണത്തുണ്ടാക്കാൻ അത്ര കുഴപ്പമില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ കറണ്ട് പോയിട്ട് അപ്പൊ നമ്മള് കണ്ടുപോകുന്ന ഒട്ടും വിചാരിച്ചില്ല. തോല് പൊളിച്ച് കളയാണ്. അപ്പൊ ആ ഇട്ടത്തിരുന്ന ഈ തോല് പൊളിത്ത എല്ലാരും ഇട്ടിട്ട് നമുക്കിതൊക്കെ തോല് പൊളിച്ച് കല്ല് വരാണെങ്കിൽ കാണാം. അതെ, അല്ലെങ്കിൽ ഇതേ വിളിച്ചിട്ടുണ്ടാവില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കശുവണ്ടി നമ്മള് തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ തൊലിയൊക്കെ ഈ പാത്രത്തിലിട്ട് കയറ്റും. കൂടുതൽ തൊലിയാണുള്ളതെന്ന് തോന്നുന്നു കേട്ടാ. കണ്ട കശുവണ്ടി നന്നായി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് അമ്മ കറി വെച്ച് തരും. നമുക്കത് ബാക്കിയുള്ളതും കൂടി കാണാം. 1.25 സ്പൂൺ മഞ്ഞൾ, ഉപ്പ് പാകത്തിന് കൂടെ ഇല്ല, പിന്നെ വേണമെങ്കിൽ ഇടാം കേട്ടോ. വേണമെങ്കിൽ ഇടാം.
നമുക്ക് നോക്കട്ടെ. ഇത് എരിവ് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ലേശം വെള്ളം ഒഴിക്കണം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് മൂടി വയ്ക്കാം. ഒന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ മുളകൊക്കെ മൂത്തുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കിയിട്ട് മൂടി വയ്ക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ കശുവണ്ടി കറി വെച്ച് കഴിക്കാൻ പോണ. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ട്, ഓർമ്മയില്ല സമയത്താണ് കഴിച്ചത് ഗൈസ്. അതായത് ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ കുഞ്ഞു കുട്ടിയായപ്പോഴാണ് കഴിച്ചിട്ടുള്ളത്. നമുക്കിത് ഇനി വെന്തിട്ട് കാണിക്കാട്ടാ. അപ്പൊ നമ്മുടെ കശുവണ്ടിയൊക്കെ സെറ്റ് ആയിട്ടാ. അപ്പൊ ഒരു നുള്ള് മസാലപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് മതി, ആദ്യം ഇടരുത്. ലേശം മണത്തനെ കുറച്ചുള്ളതായി വന്നപ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഒന്നൊരു വേറെയാണ്. ഒരു ടീസ്പൂൺ ഉണ്ടായാൽ നമുക്ക് കഞ്ഞി കുടിക്കാം. ടീസ്പൂൺ അച്ചാറ് കഴിക്കണം, മതി കഴിക്കണം. അടിപൊളി ടേസ്റ്റാ. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ കശുമാവ്, നമുക്ക് കശുമാവ് 2 ഏക്കറിലും കശുമാവ് ഉണ്ടായിരുന്നു. അന്ന് ഇത് മുളയ്ക്കും. ഈ സമയമൊക്കെ മഴയൊക്കെ പെയ്ത് മുളയ്ക്കുമ്പോ മഴ കൊണ്ടിട്ടില്ല, അത് പുതിയ കശുവണ്ടിയാണ്. വെള്ളം കുടിച്ചിട്ടില്ലല്ലോ. മറ്റേന്ന് പറഞ്ഞാ മുളച്ചത് എടുക്കാറുണ്ട് നമ്മള്. അതാ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ മുള വരുന്നത് പച്ച നിറയെ പക്ഷെ അതിലേക്ക് സൂപ്പർ ഇതാട്ടാ. നമ്മളിത്തിരി റിസ്ക് എടുത്തല്ല റിസ്ക് സാപ്പിടാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അതിന്റെ പച്ചയാണ് ഏറ്റവും പ്രശ്നം. അത് ടൈമിലേക്ക് ആയാലേ ഭയങ്കര പൊള്ളല് വരും. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള ടേസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടാ. ഫുഡ് അടിക്കാം ഫ്രണ്ട്സ്. അപ്പൊ ദേ നമ്മുടെ കശുവണ്ടി കൊണ്ടുള്ള കറി അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ കറി കഴിക്കാനായിട്ട് നമ്മുടെ അച്ഛനും അപ്പവും അമ്മയും എല്ലാരും ചുമപ്പാണല്ലോ. അപ്പൊ കറി വിളമ്പാട് എല്ലാവർക്കും കുറച്ച് വിളമ്പിയിട്ട് ഞാൻ ചീഞ്ചട്ടി പറ്റിയിട്ടതാണ് കേട്ടാ. കളയണ്ട ഞാൻ പഠിക്കാം. കഴിച്ചോ? സൂപ്പർ. ആദ്യമായിട്ട് കഴിക്കാറ് അത് കിട്ടുമ്പോ അമ്മ കഴിച്ചിട്ടുണ്ടാവും, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കാൻ സൂപ്പർ. നിനക്ക് എന്താ ആദ്യമായിട്ടാണ് അണ്ടിപ്പരിപ്പൊക്കെ കൂട്ടാൻ വെച്ച് കഴിക്കുന്നുണ്ട്. ഇതിന്റെ ടേസ്റ്റ് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അണ്ടിപ്പരിപ്പ് വല്ലതൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പിന്റെ ടേസ്റ്റ് വേറെ ലെവലാണ്, വേറെ ടേസ്റ്റാണ്. നമ്മള് ഫ്രിഡ്ജിലൊക്കെ കട്ടെടുത്ത് തിന്നിട്ട് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കറി വെച്ചിട്ടൊക്കെ ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ പൊട്ടിക്കും ചെയ്യാം. പുതിയ വീഡിയോ ബൈ ബൈ. അങ്ങനെ ബൈ ബൈ.